കുറേ ആൾക്കാര് ഇപ്പൊ എന്നെപ്പോലുള്ള ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്രയും പേഴ്സൺസിന്റെ മുന്നിൽ എൻ്റെ രാജ്യത്തിന്റെ പേര് അത്രയും പ്രൗഡായിട്ട് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കതകടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചെവിയിൽ ഹെഡ്സെറ്റിൽ പാട്ടും വെച്ചിട്ട് റൂമിനുള്ളിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാത്രമേ എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയം എന്ന് വെച്ചാൽ അതാണ്. കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതിരുന്നൊരു ഫാമിലി ഉണ്ട് എനിക്ക്. എൻ്റെ പാരൻസ് ഞാൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഫാമിലിയിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് അടക്കം എനിക്ക് ഒരുപാട് ഫിസിക്കലി അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ്. കുറേ നാൾ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് ഞാൻ. അതുപോലെ ബസ് സ്റ്റോപ്പിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത പല കേസുകളിലും ട്രാൻസിനെ കൊണ്ട് കുത്തിത്തിരികൊണ്ടൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കേസിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2018 ഞാൻ ഡിക്ലെയർ ചെയ്തെന്നുണ്ടെങ്കിലും ഒരു 2022 ആയപ്പോഴാണ് ഞാൻ എൻ്റെ സർജറി പ്രൊസീജിയറിലേക്ക് പോകുന്നത്. അത് നമ്മൾ ഒരു ലെവൽ വരെ നമ്മുടെ ഹോർമോൺ എത്തിച്ചതിന് ശേഷം മാത്രമേ മെഡിക്കലി ഡോക്ടേഴ്സ് ഇത് ചെയ്യാവുള്ളൂ എന്നുണ്ട്. പക്ഷെ ഇപ്പം പലരും അത് ചെയ്യാറില്ല. ഒരു ബിസിനസ് പോലെയാണ്. ശ്രേയ അരോഷയാണ് ഇന്ന് കൂടെ ഉള്ളത്. ഹലോ ശ്രേയ, വെൽക്കം. താങ്ക് യു. വെറുതെ പേര് മാത്രം വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോരാ, മിസ് യൂണിവേഴ്സ് ആണ്, മിസ് യൂണിവേഴ്സ് ട്രാൻസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ. സോ എന്താണ് പുതിയ വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ? എങ്ങനെ പോകുന്നു ഇപ്പം? ലൈക്ക് ആ ഒരു ക്രൗൺ ഒക്കെ കിട്ടിയിട്ട്, ഒരു പാജന്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, എങ്ങനെയുണ്ടത്? ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്റ്റേജാണ് ഇത്. വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ അറിയാലോ, നമ്മൾ അത്രയും ഹൈഡ് ചെയ്തിട്ട് ഉള്ളൊരു പീരീഡ് ഉണ്ട്. ആ ടൈം തൊട്ടിട്ടേ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഒരു ഇന്റർനാഷണൽ ഒരു സ്റ്റേജിൽ എത്തുക എന്നുള്ളൊരു കാര്യം. അന്ന് ഇങ്ങനെ ഒരു ക്രൗൺ എന്നുള്ളൊരു സ്വപ്നമൊന്നുമില്ല. എനിക്ക് ഫാഷൻ ഷോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തണം, ആ ഒരു സ്റ്റേജിലൊന്ന് ജസ്റ്റ് വോക്ക് ചെയ്യണം, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചൊന്ന് ഡിക്ലെയർ ആയി ഒരു 2018 ഞാൻ ഇവിടെ ഒരു കേരള ബേസ് ചെയ്തിട്ട് ഓൾ കേരള ബേസ് ചെയ്ത് ട്രാൻസിൻ്റെ ഒരു പേജൻറ്റിൽ ആണ് ഫസ്റ്റ് വരുന്നത്. അതിൽ ഫൈനൽ 5 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ക്യൂൻ ഓഫ് ദോയ എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. നമ്മുടെ ശ്രുതിയൊക്കെ വിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇയറിൽ ശ്രുതിയായിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ സ്റ്റേബിളായിട്ട് മോഡലിങ്ങിൽ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ മോഡലിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെറിയ ചെറിയ പേജൻസ് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2020 നമ്മുടെ കോവിഡിൻ്റെ ആ സമയത്ത് ഒരു ഓൺലൈൻ പേജൻറ്റ് ഉണ്ടായിരുന്നു, മിസ് ട്രാൻസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ടൈറ്റിൽ വിന്നറായിരുന്നു ഞാൻ. അതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പേജൻറ്റ് നോക്കാം എന്നൊരു ഇതിലേക്ക് എത്തുന്നത്. 2023 ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള തീർത്ഥ സർവിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സെയിം പേജൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതിൽ കർവി കാറ്റഗറിയിലാണ് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടൈറ്റിൽ വിന്നറായിരുന്നു പുള്ളിക്കാരത്തി. അപ്പോൾ ആൾ വഴിയാണ് പിന്നെ എനിക്ക് എൻക്വയറി വരുന്നത്. 2024 ഞാനാണ് ഇവിടുന്ന് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യവശാൽ ഒരു 21 കൺട്രീസിൽ നിന്നിട്ട് ഫസ്റ്റ് ഒരു റണ്ണറപ്പ് പൊസിഷനിലേക്ക് എത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതിന് ശേഷമുള്ള ലൈഫ് വെച്ചാൽ കുറച്ചും കൂടിയിട്ട് വിസിബിലിറ്റി കിട്ടി. ഇതിന് മുന്നേ ശ്രേയ രോഷി എന്നുള്ളൊരു പേരുണ്ട്, പക്ഷെ അത് അധികം ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു 10 പേരുണ്ടെങ്കിൽ അതിലൊരു 4 പേരെങ്കിലും വന്നിട്ട് ശ്രേയ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേജ്, അത് ഭയങ്കര സന്തോഷം. ഈ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് അത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതും ഇന്ത്യ എന്നുള്ളത് അനൗൺസ് ചെയ്തപ്പം ആ ഒരു എക്സാക്ട് മൊമെന്റ് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ഞാൻ ആക്ച്വലി ഒരു വണ്ടർ വേൾഡിലാണെന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ആ ഒരു ടൈമിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പ്രൗഡായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സ്റ്റേജിൽ എനിക്കൊരു പാർട്ണർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ത്രൂ ഔട്ട് ഈ ഒരു പേജൻറ്റ് ജേണി ഫുള്ള് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആളാണ്. അപ്പം ആള് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ആളടക്കം ഇന്ത്യയിലുള്ള മറ്റ് നമ്മൾ കുറേ ആൾക്കാർ, ഇപ്പം എന്നെപ്പോലുള്ള ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്രയും പേഴ്സൺസിന്റെ മുന്നിൽ എൻ്റെ രാജ്യത്തിന്റെ പേര് അത്രയും പ്രൗഡായിട്ട് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പം ലൈഫ് ലൈക്ക് അടുത്ത പ്ലാൻ ഒക്കെ എന്തൊക്കെയാണ്? ഞാൻ ആക്ച്വലി ഇപ്പോൾ അറിയാലോ, ട്രാൻസ് പേഴ്സൺസിന് മിസ് യൂണിവേഴ്സിൽ സിസ്ജെൻഡേഴ്സിന്റെ കൂടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ അടുത്തൊരു എയിം എന്നുള്ളത് അതാണ്. ഒരു 2-3 ഇയേഴ്സിന്റെ ഉള്ളിൽ അതിലേക്കും പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പം നടക്കുകയാണോ? അതെ. എന്തൊക്കെയാണ് ഇതിന് പോകുന്നതിന്റെ? ഇപ്പം ഒരുപാട് പേർക്കും ഈ ഒരു വേദിയിലേക്ക് എത്താൻ പറ്റാതെ പക്ഷെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുത്താൽ? അഡ്വൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ എത്ര ആഗ്രഹമുണ്ടോ അതിനകത്ത് നമ്മൾ അത്രയും പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ എത്താൻ പറ്റും. ആദ്യം നമുക്ക് നമ്മൾ എന്താണെന്ന് തിരിച്ചറിവുണ്ടാകണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അല്ലാതെ ഇതെല്ലാം ദൈവം തരും എന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഒരു 50% നമ്മളും കൂടി ഇൻപുട്ട് ഇടണം. പിന്നെ ഭാഗ്യം എന്നൊരു കാര്യമുണ്ട്, അഫ്കോഴ്സ് ഇതിലുണ്ട്. പേജൻറ്റ് എന്ന് പറയുന്നത് ഒരു
50% ഭാഗ്യമാണ്, ബാക്കി നമ്മളുടെ എഫേർട്ടാണ്. സോ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ശ്രേയ ഉണ്ടല്ലോ, ഈ പേജന്റിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ശ്രേയ, അതെന്തായിരുന്നു? ആരായിരുന്നു ശ്രേയ അപ്പോ? ഞാനൊരു മോഡലായിരുന്നു. ഒരു 2018 തൊട്ടിട്ട് ഞാൻ മോഡലിങ്ങിലുണ്ട്. വെച്ചാൽ ഫസ്റ്റ് ഈ പറയുന്ന പോലെ ദ്വയ എന്നുള്ളൊരു പേജന്റിൽ വന്നു. അതിൻ്റെ ബേസിൽ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കോവിഡിന് മുന്നേ വരെ ത്രൂ ഔട്ട് ഷോസ് ഉണ്ടായിരുന്നു. മന്ത്ലി എങ്ങനെ പോയാലും ഒരു 4-5 ഷോസ് അത്രയും ടൈറ്റ് ഷെഡ്യൂളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് ആ ഒരു പീരീഡിൽ മറ്റെല്ലാ ഇൻഡസ്ട്രീസും ഒന്ന് ഇതായ പോലെ മോഡലിംഗ് ഇൻഡസ്ട്രിയും ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കോവിഡിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഷോ എന്ന് പറഞ്ഞാൽ ജാൻമണി ദാസ് ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഇനാഗുറേഷൻ്റെ അന്നൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 5 ട്രാൻസ് മോഡൽസും 5 സിസ്ജെൻഡർ മോഡൽസുമാണ് ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ കോവിഡിന് ശേഷമുള്ള ഫസ്റ്റ് ഷോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ആക്റ്റീവായി. അപ്പം അതിനുശേഷമാണ് ഈ പേജന്റ് വരുന്നത്. പേജന്റിന് മുന്നേ ഉള്ള ശ്രേയ വെച്ചാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഒരു മോഡൽ ഇവിടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ, ഇത്രയേ ഇല്ലായിരുന്നു. ഈ മോഡലിംഗ് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമായിരുന്നു. ചെറുപ്പം തൊട്ടിട്ടേ എനിക്ക് ഇഷ്ടമാണ്. വെച്ചാൽ അന്ന് കുറേ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ പേരൻസിനോ വീട്ടുകാർക്കോ ഇപ്പോഴും അറിയുമെന്നറിയില്ല, 10 മണിക്ക് കിടക്കും ഞങ്ങളുടെ വീട്ടിൽ. എല്ലാവരും 10 മണിക്ക്. ഈ 10 മണിക്ക് ശേഷം എൻ്റെ ലോകമാണ്. കതക് അടച്ച് കുറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചെവിയിൽ ഹെഡ്സെറ്റിൽ പാട്ടും വെച്ചിട്ട് റൂമിനുള്ളിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യായിരുന്നു അങ്ങനെ? പ്രാക്ടീസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് മാത്രമേ എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയം എന്ന് വെച്ചാൽ അതാണ്. ബാക്കി എല്ലാ സമയവും ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവും. ഈ ഉറങ്ങുന്ന ടൈം ഒരു കുറച്ച് മണിക്കൂർ മാത്രമായിരിക്കും എനിക്ക് കിട്ടുക. ആ സമയത്ത് ഇതാണ് എൻ്റെ പരിപാടി. ഒരു നൈറ്റ് പേഴ്സൺ ആണല്ലേ? അതെ. സോ അല്ലാണ്ട് ഇപ്പൊ പഠിച്ചതും ഒക്കെ എന്തായിരുന്നു? ഞാൻ ബിടെക് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് ബിടെക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിംഗ് ഫുള്ള് നാട്ടിൽ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 5th to 12th ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു സെയിൻറ്റ് ജോൺസ് മാവേലിക്കര മറ്റം സെയിൻറ്റ് ജോൺസിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. UP സ്കൂൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള MSc LPS. നമ്മൾ ഒരേ നാട്ടുകാരും കൂടെ ആണല്ലേ? അതെ. അടുത്തടുത്താണ്. ബീങ് എ ട്രാൻസ് വുമൺ, ബീങ് എ വുമൺ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അവിടെ നിന്ന് ഈ ഒരു ജേർണി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എന്തായാലും ലൈഫിൽ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അത് അറിയാം. സോ ആ ഒരു സ്ട്രഗിളൊക്കെ നേരിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അതിശയമാണ്. കാരണം ഇപ്പൊ റീസെന്റ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. 2 days മുന്നേ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്. അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും നല്ലൊരു ഫാമിലി ശ്രേയക്ക് കിട്ടാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഒരു കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതിരുന്നൊരു ഫാമിലി ഉണ്ട് എനിക്ക്. ഈവൻ എൻ്റെ ഫാദർ അത്രയും വിഷമം കൊണ്ടിട്ടായിരിക്കാം മേ ബി. കാരണം ഇത്രനാളും കണ്ടുവന്ന രീതിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ചിലേക്ക് പോകുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഫ്കോഴ്സ് ഇപ്പം ഞാൻ തന്നെ എന്നെ തിരിച്ചറിയാൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പം പുറമെ മറ്റൊരാൾക്ക് എന്താണ് ഞാനെന്നുള്ളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ വന്നിട്ട് ഇതിങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് തിരിച്ചു നോക്കുമ്പോൾ ഭയങ്കര അതിശയമാണ്. കാരണം എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ പാരൻസ് ഞാൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഫാമിലിയിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് അടക്കം എനിക്ക് ഒരുപാട് ഫിസിക്കലി അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് വാക്കത്തി എടുത്ത് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇത്രയും മാറ്റി തരണം ചെയ്ത് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ്. കുറേ നാൾ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് ഞാൻ. അതുപോലെ ബസ് സ്റ്റോപ്പിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ കിടക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ വെച്ചാൽ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. റിലയൻസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മന്തും നമുക്ക് 10th സാലറി കിട്ടുക. ഇത് ഓൾറെഡി പറഞ്ഞിട്ടാണ് ഞാൻ ഒരു റെൻ്റൽ റൂം എടുക്കുക. ഒരു ചെറിയൊരു റൂം, ഒരൊറ്റ റൂം, ഒരു കോമൺ ബാത്റൂം, അതായിരുന്നു എൻ്റെ താമസ സ്ഥലം വരെ. അപ്പോൾ അവിടെ ഞാൻ റൂം എടുക്കുന്ന സമയത്തും പറയട്ടായിരുന്നു 10th എനിക്ക് സാലറി കിട്ടുക, അപ്പോഴേ എനിക്ക് റെൻറ്റ് തരാൻ പറ്റൂ. ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ മാസം 5ാം തീയതി ഒന്നിച്ച് താഴെ കണ്ടിട്ട് പൂട്ടും. പക്ഷേ നമുക്ക് തന്നേക്കണ താഴെ അല്ലാതെ എക്സ്ട്രാ വേറൊരു ലോക്ക് ഇട്ടിട്ട് അതങ്ങോട്ട് പൂട്ടിക്കളയും. ഈ സമയത്ത് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നത് നൈറ്റ് 9:30 വരെ പറഞ്ഞാലും ഞാൻ ബില്ലിങ്ങിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ പോയാലും 10:30 ആവും കണക്ക് ഫുള്ള് ക്ലോസ് ചെയ്ത് ഇറങ്ങാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ബസ് 11 o'clock ബസ്സും പിടിച്ച് ഞാൻ ഇവിടെ 11:30 റൂമിൽ വരുമ്പോൾ ഇതാണ് അവസ്ഥ. ആ സമയത്ത് എനിക്ക് ബസ് സ്റ്റോപ്പിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇത്രയും ഓവർകം ചെയ്ത് വന്നോ എന്നുള്ളത് എനിക്കിപ്പോഴും ഭയങ്കര അതിശയമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എറണാകുളം വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത്ര വിസിബിലിറ്റി ഇല്ല. ഇവിടെ ഒരു നമ്മുടെ
നിയമപാലകർ വരെ ഭയങ്കര ട്രാൻസ്ഫോബിക് ആയിട്ട് നിൽക്കുന്ന സമയം. അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത പല കേസുകളിലും ട്രാൻസിനെ കൊണ്ട് കുത്തിത്തിരിവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കേസിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ 9 ഡേയ്സ് എനിക്ക് പോലീസ് സ്റ്റേഷനിലും സെല്ലിലുമായിട്ട് കഴിയേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അവിടെ നിന്നൊക്കെ മാറി ഇപ്പോഴും ആ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അതിന്നൊക്കെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയത്തും ചില സമയത്ത് നമുക്ക് ആ ട്രോമ കിട്ടും. മന്ത്ലി ഈ ഒരു കേസിന്റെ കാര്യത്തിന് പോവാന്ന് വെച്ചാൽ ഇപ്പൊ 2018 നടന്ന സംഭവമാണ്. ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഇതിന്റെ കേസിൽ ഇങ്ങനെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ഇപ്പൊ തീരാനായെന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരേ സമയം നമുക്ക് സന്തോഷമുണ്ട്, തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ആൾക്ക് ഇത് എത്രത്തോളം കൺവേ ആകും എന്നുള്ളത്. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് പോലെ എത്രയും കൺവേ ആകും എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. അതെ, അതിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ഒരു ഫീല് എക്സാക്ട് എന്താണെന്നുള്ളത് അറിയില്ല. ലൈക്ക് ഒരുപാട് ഗോ ത്രൂ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഐ എം സോ സോറി, സൊസൈറ്റി ട്രീറ്റ് ചെയ്തിരുന്ന രീതി അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം അതിലൊരു മാറ്റം ഫീൽ ചെയ്യും. മാറ്റമുണ്ട് വെച്ചാൽ നമുക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മാറ്റമുണ്ട്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയാലും, 100% ലിറ്ററസി ഉള്ള ഒരു നാട്ടിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി അതിൽ എത്ര ലിറ്ററസി അതിൽ ഫോളോ അപ്പ് ആവുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോഴും പല ആൾക്കാരും തമാശയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ബോഡി ഷേമിംഗ് ആണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടതാ. കൊല്ലത്തൊരു ഗുണ്ടനെ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ സൗന്ദര്യം കണ്ടിട്ട് അതിന്റെ താഴത്ത് വന്നിട്ട് കമന്റ് ഇടുക. ആ കമന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരാള്, ഒരു ഗുണ്ടയായിട്ട് നിൽക്കുന്ന ഒരാള് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്തും അയാളുടെ സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ ഓരോ കമന്റ് ഇടുകയാണ്. ഇത് പൂക്കിയാണ്, ഗുണ്ടയായി പോയല്ലോ, റീൽസിൽ അഭിനയിച്ചൂടെ, അറ്റ്ലീസ്റ്റ് റീൽസ് എങ്കിലും ചെയ്തുകൂടെ, സിനിമയിൽ അഭിനയിച്ചൂടെ. അപ്പൊ ഒരാൾ ചെയ്ത തെറ്റിനെ അയാളുടെ സൗന്ദര്യം വെച്ചിട്ടാണ് കവർ ചെയ്യണത്. ഇത് തന്നെയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കേണ്ടത്. ഇപ്പം ഞാൻ ഇത്ര അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആരുടെയെങ്കിലും വീഡിയോസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഷ്ടകാലത്തിന് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ മുഴുവൻ എനിക്ക് നെഗറ്റീവ് കമന്റ്സാണ് വരാറുള്ളത്. കുറേ നാളിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഈ റീസെന്റ് വീട്ടിൽ പോയ വീഡിയോ വന്നപ്പോഴാണ് അതിൻ്റെ അടിയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പോസിറ്റീവായിട്ട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതെന്തുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഏറ്റുവാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴും തോന്നിയൊരു അതായത് ഇത്രയും വലിയ പ്രസന്റ് ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആവേണ്ടതാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത്ര ആക്റ്റീവ് അല്ല. ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല സത്യം പറഞ്ഞാൽ. ഇത് കുറച്ചും കൂടിയിട്ട് ഞാനായിട്ട് ഒതുങ്ങി ജീവിക്കാൻ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് കൂടുതലും. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു പബ്ലിക് ഇന്റർവ്യൂവിൽ ഫസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മീഡിയാസിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും പോകാന്നുള്ളത്. ഞാനായിട്ട് വന്നിരിക്കുന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും. ഈ ഒരു റിയലൈസേഷൻ കിട്ടിയില്ലേ, ഞാൻ ഇതാണ് എന്നുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു? ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എന്ന് പറഞ്ഞായിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ റിയലൈസേഷൻ? ഞാനൊരു 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല എന്നൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് സ്കൂൾ ടൈമിൽ ഒരു ഹൈസ്കൂൾ ഇതിൽ പഠിക്കുന്ന സമയത്ത് എക്സ്പെഷ്യലി 9th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ കൂടുതലുള്ള കുട്ടികളുടെ അടുത്തുനിന്ന്. അപ്പോൾ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം വേറെ ആരുടെ അടുത്ത് ഇവരങ്ങനെ കാണിക്കണില്ല, എൻ്റെ അടുത്ത് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ എന്തോ ഉണ്ട് എൻ്റെ എന്തോ ഒരു ഇത് ഉണ്ട് എന്നിങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോയി ഒരു +1 +2 ഒക്കെ ആയ സമയത്ത് കുറച്ചും കൂടിയിട്ട് ഞാൻ കൂട്ടുകാരായിട്ട് ഇടപഴകി തുടങ്ങിയപ്പോൾ അത് പതിയെ മറന്നു തുടങ്ങി. പിന്നെ കോളേജൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാനൊന്ന് ഇതാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വർഷം എടുത്തു എനിക്ക് തന്നെ എന്നെ മനസ്സിലാവാൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, പെട്ടെന്ന് ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് ഞാനെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സർജറിയും അതിന്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ സർജറി കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. ഇപ്പൊ 2018 ഞാൻ ഡിക്ലെയർ ചെയ്തെന്നുണ്ടെങ്കിലും ഒരു 2022 ആയപ്പോഴാണ് ഞാൻ എൻ്റെ സർജറി പ്രൊസീജിയറിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺ തെറാപ്പിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ലെവൽ വരെ നമ്മുടെ ഹോർമോൺ എത്തിച്ചതിന് ശേഷം മാത്രമേ മെഡിക്കലി ഡോക്ടേഴ്സ് ഇത് ചെയ്യാവുള്ളൂ എന്നുണ്ട്. പക്ഷെ ഇപ്പം പലരും അത് ചെയ്യാറില്ല. ഒരു ബിസിനസ് പോലെയാണ്. ഒരാൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്താൽ സർജറി ചെയ്യുക, അങ്ങനെയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതിനൊരു സെപ്പറേറ്റ് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ ശരിക്കും ഈ ഒരു ഫുൾ പ്രൊസീജിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആവശ്യമാണ്, ഒരു സൈക്യാട്രിസ്റ്റ് ആവശ്യമാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആവശ്യമാണ്, ഒരു പ്ലാസ്റ്റിക് സർജൻ ആവശ്യമാണ്, ഒരു യൂറോളജിസ്റ്റ് ആവശ്യമാണ്, അങ്ങനെ ഒരു അനസ്തേഷ്യൻ ആവശ്യമാണ്. അങ്ങനെ കുറേ മെഡിക്കൽ ഫീൽഡിലും പല ഇതിൽ നിന്നുള്ള ഓരോരോ ഡോക്ടേഴ്സിന്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് അത്രയും വലിയൊരു പ്രോസസ് ആണ്. സോ ഇതെല്ലാം കഴിയുമ്പോൾ ഇതിന്റെ പെയിനും
ഇപ്പോൾ പച്ച ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എൻ്റെ എന്നല്ല ആരുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയും നിനക്കൊക്കെ അത്രയും ഇതായിട്ടല്ലേ പോയിട്ട് ചെയ്തത് പിന്നെ അതിൻ്റെ സങ്കടം പറയണ എന്തിനാ പറയും. പക്ഷെ നമ്മൾ ഇത് നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് പോയി ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ പെയിൻ സഹിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പം അത്രയും പെയിനും കൂടെ സഹിച്ചു വരുന്ന പല ആൾക്കാരും പിന്നെയും ഈ ബുള്ളിയും കേൾക്കണ കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. നമ്മൾ ഇത്രയും ഒക്കെ അനുഭവിച്ചു വന്നിട്ടും മനസ്സിലാക്കാൻ പറ്റാറില്ല പല ആൾക്കാർക്കും. ഈ ബുള്ളിങ് ഒരു പരിധി വരെ നമ്മൾ കേൾക്കണ്ടെന്ന് വെച്ചാലും അത് അഫക്ട് ചെയ്യാറുണ്ടോ? പേഴ്സണലി അഫക്ട് ചെയ്യുന്നുണ്ടോ? പേഴ്സണലി അഫക്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരും. ഞാൻ ചിരിക്കുക ചെയ്യും. ഈ ആൾക്കാർ ഇടുന്നത് ഞാൻ അത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ കമന്റ് ഇടുന്ന ആൾക്കാർ വിചാരിക്കും ഞാനിത് കേട്ടിട്ട് സങ്കടപ്പെട്ടിട്ടിരിക്കുക അല്ലെങ്കിൽ കരഞ്ഞിരിക്കുക എന്നായിരിക്കും ചില മേ ബി അവർ വിളിക്കുക. അവർക്കൊരു മാനസിക സന്തോഷം കിട്ടുന്നെങ്കിൽ കെട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. കാരണം ഞാൻ ചിരിക്കും. ഒരു 2 സെക്കൻഡെങ്കിൽ 2 സെക്കൻഡ് ഇവിടെ കമന്റ് ഇടാൻ വേണ്ടി എനിക്ക് വേണ്ടി മാറ്റി വെച്ചില്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. അല്ലാതെ അതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പോകും. ഞാൻ അങ്ങനെ ഒരാളാണ്. കഴിവതും ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് എന്നെ അഫക്റ്റ് ചെയ്യില്ല. സങ്കടമാണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും ഞാൻ മാക്സിമം എന്തെങ്കിലും സങ്കടം വന്നാൽ എൻ്റെതായിട്ടുള്ള സ്പേസിൽ ഒതുക്കി വെക്കും. പിന്നെ അതൊന്നും പറഞ്ഞിരിക്കില്ല ഞാൻ. വേറെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിക്കോളും. അപ്പൊ വീട്ടിൽ നിന്നൊരു അക്സെപ്റ്റൻസ് കിട്ടിയത് എപ്പോഴായിരുന്നു? വീട്ടിൽ നിന്ന് ഞാൻ 2018 ഡിക്ലെയർ ചെയ്ത സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്താവേണ്ടി വന്നിട്ടുണ്ട്. അവർ പൊക്കോ എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ ഞാനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം അന്ന് തൊട്ടേ ഞാൻ വീട്ടിൽ അമ്മേനെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. കാരണം എനിക്കറിയായിരുന്നു എന്നായാലും എൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യും. ഇത്ര വർഷം ഞാൻ കണ്ടുവന്ന ഫാമിലി അല്ലേ, എന്നായാലും അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഡെയിലി അമ്മയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഈ കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാൽ സന്തോഷകരമായിട്ടുള്ള അങ്ങനെ കോൺവെർസേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ചീത്ത വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 1 ഇയറോളം ഇങ്ങനെ പോയാണ് പിന്നെ എൻ്റെ സിസ്റ്റർ അമ്മയും സംസാരിച്ച് വീട്ടിലേക്ക് വാ എന്നുള്ള രീതിയിലേക്കായി വീട്ടിലേക്ക് വന്നു. അന്നും എൻ്റെ അച്ഛൻ സംസാരിക്കില്ല. എനിക്കൊന്ന് അച്ഛൻ സംസാരിച്ച് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 2022 21 തൊട്ടെങ്ങാണ്ടാണ്. അനന്യ പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ മരണത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ എന്നോട് സംസാരിച്ച് തുടങ്ങിയത്. മേ ബി അത്രയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. മേ ബി ഞാനും അങ്ങനെ ഒരു ഇതായി പോകുമോ എന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് ശേഷമാണ് അച്ഛൻ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ അതിന് ശേഷം ഈ ഒരു റീസെൻ്റ്ലി വരെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നു. ഈ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എല്ലാം കാണുന്നതാണ് ഈ ട്രാൻസ് വിമൻ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവരെ പലരെയും മെജോറിറ്റി ആൾക്കാരെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും സ്വന്തമായിട്ട് വീടില്ല എല്ലാവരും പുറത്താണ് നിൽക്കുന്നുള്ളത്. പക്ഷെ ഇപ്പം കൂടുതലും പേരൻസ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെതിരായിട്ട് ലൈക്ക് അവയർനെസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഈ നേരത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ട്രാൻസ് പീപ്പിൾസിന് ഇവിടെ ഉള്ളത്. കുറച്ചും കൂടിയിട്ട് വീട്ടുകാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഇത്രയും വർഷം വേണ്ടി വന്നു. അപ്പം നമ്മുടെ വീട്ടുകാർക്ക് കുറച്ച് സമയം കൊടുക്കണം. പല ആൾക്കാരും ചെയ്യുന്നത് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് വെക്കില്ല. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കളയോ അല്ലെങ്കിൽ തിരിച്ചും പഴയ ലൈഫിലേക്ക് പോകേണ്ടി വരുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ കോണ്ടാക്ട് വെച്ച് അവരോട് കാര്യങ്ങൾ ഡെയിലി സംസാരിച്ച് നമ്മളെന്താണെന്ന് നമുക്ക് മനസ്സിലായി വരും. തിരിച്ച് നമ്മുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഈ പറയുന്നത് പോലെ അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് ഫാമിലിയോട് ഒത്തുചേരാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും ഫാമിലി അക്സെപ്റ്റ് ചെയ്യാതെ ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. വെരി റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആൾ വീട്ടിൽ പോകും, വീട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ആൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് പൈസ ചോദിച്ച സമയത്ത് കൊടുക്കുന്നില്ല. എന്നാൽ ആൾ തന്നെ വാങ്ങി കൊടുത്തിട്ടുള്ള ഗോൾഡായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വീട്ടിൽ. അപ്പം വീട്ടിൽ പല ആൾക്കാരെയും യൂസ് ചെയ്യുന്നുമുണ്ട് ട്രാൻസിനെ. വീട്ടുകാർ തന്നെ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് വേണം എന്നാൽ ആളെ വേണ്ട, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ നമ്മളായിട്ട് ഇരുന്നിട്ട് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം പേരൻസിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടിയാൽ പിന്നെ ഫാമിലി അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹം എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പം നാളെ എന്നോട് ഒരാൾ വന്നേച്ച് നീ ഇങ്ങനെ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു പറയാൻ ആൻസർ ഉണ്ട്, അതെ ഞാനിങ്ങനെ ആയതുകൊണ്ട് എന്താ കുഴപ്പം, ഞാനിങ്ങനെ ആയതുകൊണ്ട് എൻ്റെ വീട്ടുകാരെൻ്റെ ഒപ്പം ഉണ്ട്, എനിക്കത് മതി. അല്ലാതെ മറ്റൊരാളെ ബോധിപ്പിച്ചിട്ട് ഞാനായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. യെസ്, ഇപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്നു. യെസ്. അപ്പം ശ്രേയ അല്ലാണ്ട് ഇപ്പൊ എന്താണ് ഫ്രീ ടൈമിലൊക്കെ ചെയ്യുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ? ഞാനിപ്പോൾ ഫ്രീ ടൈം ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് ഡാൻസ് ഇഷ്ടമായിരുന്നു.
ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. മ്യൂസിക് ഇഷ്ടമായിരുന്നു. മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ആഗ്രഹമുള്ളത് എനിക്ക് വയലിൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കലും ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പൊ എല്ലാം ഇങ്ങനെ അത് നേടിയെടുത്തോണ്ടിരിക്കുകയല്ലേ. പോയ പല കാര്യങ്ങളും എനിക്കിപ്പം ഞാനായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. മേ ബി ഞാനിപ്പം അങ്ങനെ ഒരു ലൈഫിൽ ഒതുങ്ങിക്കൂടി പോയിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് കിട്ടില്ല. അങ്ങനെയുണ്ട്. ഞാൻ ഉം. പണ്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത് അല്ല പഠിക്കാൻ ആഗ്രഹിച്ചതായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫിൽ ഒരു പോയിന്റ് വരുമല്ലോ, ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, ദിസ് ഇസ് മൈ മൊമെന്റ് എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് വരുമല്ലോ. ശ്രേയക്ക് അത് ഫീൽ ചെയ്തത് എപ്പോഴായിരുന്നു? എൻ്റെ പേജൻറ്റിൻ്റെ സമയത്ത് ആ ഒരു 1 വീക്ക് ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫൈനലിൽ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. നമുക്ക് ഫൈനൽ റൗണ്ടിൽ എല്ലാവർക്കും ഇൻഡിവിജ്വലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ടോപ്പ് 6ലേക്ക് പോയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയായിരുന്നു. എന്തായിരുന്നു? ഇത്രയും ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്തായിരിക്കും ഈ ഒരു ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെമ്മറി അല്ലെങ്കിൽ മൊമെന്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഈ വെരി റീസെൻ്റ്ലി ഈ മൊമെന്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് പറയാനായിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചത് അതാണ്. അപ്പൊ ഇനി അടുത്തതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയാണെന്ന് പറഞ്ഞു. ഇതില് നമുക്ക് ഈ ബോഡി മൂവ്മെന്റ്സ് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജിലും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു അതെ. കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയായിരുന്നു? അതിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഞാനൊരു പേജന്റ് കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മുന്നേ ഉള്ള പേജൻസ് എല്ലാം മാക്സിമം കണ്ടു തീർത്തിട്ടുണ്ട്. കുറേ പേജൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് എൻ്റേതായിട്ടുള്ള ആൻസേഴ്സ് ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഞാനായിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അങ്ങനെ പഠിച്ചിട്ടുണ്ട്. മിറർ നോക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അതെ. ആ ഒരു സ്റ്റേജൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ 2018 പേജൻറ്റിൻ്റെ സമയത്താണ്. പിന്നെ കുറച്ചും കൂടിയിട്ട് കോൺഫിഡൻസ് ആയി. അതിന് ശേഷം ചെറിയ ചെറിയ പേജൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല ഒരു പേജന്റ് കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എത്താമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഓരോരുത്തരുടെ കോൺഫിഡൻസ് പിന്നെ ഈ പറഞ്ഞ പോലെ ലക്ക് കാര്യങ്ങളൊക്കെ. അഫ്കോഴ്സ് ഞാൻ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിസ് യൂണിവേഴ്സ് എന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു പേജന്റ് കോച്ചിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. ഇനി നോക്കി വെച്ചിട്ടുണ്ടോ? എൻ്റെ ആഗ്രഹം എൻ്റെ ഫസ്റ്റ് ഗുരു ദാലു കൃഷ്ണദാസ് ആണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അടുത്ത് ഈ ഒരു പേജന്റിന് പോണ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട സമയത്ത് നീ വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആള്. ഞാൻ കണ്ടു. യെസ്. അപ്പം പാർട്ട്ണറിനെ പറ്റി പറഞ്ഞിരുന്നു. അത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഹൗ സപ്പോർട്ടീവ് എന്നുള്ളതൊക്കെ. സപ്പോർട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആയിട്ട് ഇപ്പോൾ ഒരു 6-7 ഇയേഴ്സ് ആയി. ആ ഒരു സമയം തൊട്ടിട്ട് ത്രൂ ഔട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈ പേജന്റിന് പോണ സമയത്തും ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇതുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ പൊക്കോ എന്ന് പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് രജിസ്ട്രേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ആളാണ്. കുറച്ച് ഇതുണ്ട് ആളുടെ ഫാമിലി എന്നുള്ളൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പേര് പറയാൻ നിർവാഹമില്ല. ഇനിയും ഇപ്പം അടുത്ത പേജന്റ് മിസ് യൂണിവേഴ്സിലേക്ക് പോകുന്നത് പറഞ്ഞു. അതല്ലാതെ ലൈഫിൽ ഇനിയും അച്ചീവ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഫസ്റ്റ് ഒരു വീടാണ് ഇനി ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്യാപ്പ് ഞാൻ ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നമുണ്ട്. അത് എനിക്ക് എറണാകുളത്ത് തന്നെ വീട് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഇവിടെ ഷിപ്പ് യാർഡിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആള് നാട്ടിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെയും കുറേ യൂസ് ചെയ്തിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആണ് പുള്ളിയുടേത്. അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല. അച്ഛൻ ഇപ്പോഴും പറയുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വെരി റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ നന്നായിട്ട് സംസാരിക്കും. വെച്ചാൽ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും ഒക്കെ സംസാരിക്കുമായിരുന്നു. ഇങ്ങനെയാണ് എൻ്റെ ഐഡന്റിറ്റി ഇതാണെന്ന് പറഞ്ഞിട്ട് ഒതുങ്ങിക്കൂടി ഇരുന്നിട്ടുള്ള ഒരാളൊന്നും അല്ല. അതും പറയണമല്ലോ. ഞാൻ പറയുമായിരുന്നു. ഈവൻ ഫാമിലിയിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് അതിൽ പക്കം നെയ്ബേഴ്സ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ മുഖത്ത് നോക്കി തിരിച്ച് പറയുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുടെ സമയത്തും ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നോക്ക്. എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ 14 വയസ്സിൽ ജോലിക്ക് പോയി തുടങ്ങിയ ഒരാളാണ്. 14 വയസ്സിൽ നാട്ടിൽ തന്നെ ജോലിക്ക് പോയി തുടങ്ങി. അവിടുന്ന് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടിട്ട് ഇവിടെ ഷിപ്പ് യാർഡിൽ ജോലി കിട്ടി. എനിക്ക് തോന്നുന്നു അച്ഛൻ അന്ന് ഏൺ ചെയ്തിട്ടുള്ള പൈസ പലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് വേറെ കുറച്ചും കൂടി നല്ല രീതിക്ക് ഇപ്പം മോശമായിട്ടാണ് ജീവിക്കുന്നത് നല്ല പറയുന്നത്. എന്നാലും കുറച്ചും കൂടിയിട്ട് ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അവരെ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ സെറ്റിൽഡ് ആക്കണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ലൈഫിലെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആരാണ്? ഞാൻ തന്നെയാണ് പറയും.
കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. മറ്റൊരാളെ കണ്ട് എനിക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെ തന്നെ മൗൾഡ് ചെയ്താണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. എനിക്ക് ഞാൻ തന്നെ ഇൻസ്പിറേഷൻ. ഓക്കെ. ഇപ്പൊ ഈ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് മാറുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അടുത്തൊരു 5 ഇയേഴ്സിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ നേരെയുള്ള ഒരു അപ്രോച്ച് എത്രത്തോളം മാറുമെന്നായിരിക്കും തോന്നുന്നത്? അഫ്കോഴ്സ് മാറും. കാരണം ഇപ്പൊ പല ആൾക്കാരും ബിസിനസ്സിലേക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സമൂഹത്തിൽ ട്രാൻസ് എന്ന് പറയുമ്പോൾ സെക്സ് വർക്കേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബെഗ്ഗിങ്, ഇതാണ്. നമ്മൾ ജസ്റ്റ് കമന്റ്സ് മാത്രമേ പറയണ ഇപ്പം സമൂഹം എന്ന് പറയണതേ സോഷ്യൽ മീഡിയ ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയെ ലൈഫ് എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറേ പേരുണ്ട്. ഈ ആൾക്കാരുടെയൊക്കെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോഴും ഇവിടെ ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യം ട്രാൻസിന് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടൊരു ബില്ല് വന്നിട്ടുള്ള സംസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്തും ഇതേ സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറും ഒരു 5 ഇയേഴ്സ് വരെ അങ്ങോട്ടേക്ക്. കാരണം ഒരു 2018 ഒരു ഇതല്ല നമുക്കിപ്പോൾ ഇവിടെ കിട്ടുക. ഒരു വിസിബിലിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസോ അല്ല ഇപ്പോൾ കിട്ടുന്നത്. അവിടെ നിന്നൊക്കെ കുറേ മുന്നേക്ക് വന്നിട്ടുണ്ട്. അതിന് കുറേ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കഷ്ടപ്പാടും ഉണ്ട് ഇതിൻ്റെ പുറകിൽ. സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിനോട് കാണിക്കുന്നതും അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ കുറേ പേര് എനിക്ക് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നല്ലത് ചെയ്താലും മറുവശത്തിരുന്നുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാവും. പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു 5 വർഷത്തിൽ കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആവും. അത് ബെറ്ററാക്കി കൊണ്ടുവരണം. ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികം കമ്മ്യൂണിറ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളല്ല. അതായത് ഇപ്പം ഒരു കൾച്ചർ ഉണ്ട് പറയുമല്ലോ, ഒരു ഹിജ്റ കൾച്ചർ അങ്ങനെ പറയും. പക്ഷെ ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു ഫാമിലി ഉണ്ട്. എനിക്ക് 5 സിസ്റ്റേഴ്സ് ഉണ്ട്. കമ്മ്യൂണിറ്റിക്കുള്ളിൽ 5 സിസ്റ്റേഴ്സ് ഉണ്ട്. വീഡിയോസിലൊക്കെ എപ്പോഴും വരുന്ന അതെ അല്ലേ, ഒരു 5 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന വെച്ചാൽ അതിനെക്കാട്ട് കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത്രയും ഹാപ്പിനെസ് കിട്ടുന്നു. അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക, കൾച്ചർ ഫോളോ ചെയ്യുക, അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പോൾ ആ ഒരു ഫാമിലി ബേസിൽ ഇരിക്കുന്ന സമയത്തും ഇത് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സർജറി കഴിഞ്ഞ ഫംഗ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞ് 1 ഇയർ ആയിട്ടുള്ള ഫംഗ്ഷൻ, അതിന് മുന്നേ സർജറിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫംഗ്ഷൻസിനും കാര്യങ്ങളും ഇതായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ക ഒരു കൾച്ചർ ഫോളോ ചെയ്ത് വരുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലോ അല്ലെന്നുണ്ടെങ്കിൽ സൗത്തിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ഉള്ളൊരു ആ ഒരു സിസ്റ്റം ഇല്ല ഇവിടെ. ആ ഒരു കൂട്ടം കൂടിയിട്ടുള്ള ജീവിതമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും അല്ലാതെ സിസ്റ്റർ കമ്മ്യൂണിറ്റി എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നു. അവരായിട്ട് ഏൺ ചെയ്യുന്നു, അവരായിട്ട് ജീവിക്കുന്നു. ഈ സൊസൈറ്റിയിൽ നിന്ന് ഫേസ് ചെയ്യേണ്ട വന്ന ഏറ്റവും ഒരു മോശപ്പെട്ട കാര്യം എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 2018 ഉണ്ടായിട്ടുള്ള ഈ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുള്ള ആ ഒരു പോലീസ് കേസ് കാര്യങ്ങൾ തന്നെയാണ്. കാരണം അത് പക്ക ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള, താഴത്ത് ബേക്കറിയിൽ ജ്യൂസ് കുടിച്ചിട്ടിരുന്ന എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ് അവിടേക്ക്. ആ സമയത്ത് ഞാൻ ആ ഹോട്ടലിലില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോസ്പിറ്റലിലെ കാര്യമായിട്ട് ഹോർമോണിൻ്റെ ഇഷ്യൂ ആയിട്ട് പോയിട്ട് ആളുമായിട്ട് തിരിച്ച് വന്ന് ഈ ഹോട്ടലിൻ്റെ താഴത്തെ ബേക്കറിയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച് കയറ്റിയതാണ് അവിടെ. ഒന്നാമത്തെ കാര്യം. പിന്നെ അത് ആ ഒരു FIR വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ചിരി വന്നു. വെച്ചാൽ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. സിനിമ സ്ക്രിപ്റ്റ് എഴുതിയ പോലെയാണ് FIR എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ലൈഫിൽ ഈ ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി അതാ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ ഒട്ടും ഇൻവോൾവ് അല്ലാത്തൊരു കാര്യത്തിൽ ആകെ തലേ ദിവസം വന്ന് അവിടെ റൂം എടുത്ത് താമസിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും തലേ ദിവസം എന്ന് പറയാൻ പറ്റില്ല. 12 o'clock ശേഷം വന്ന് റൂം എടുത്ത് താമസിച്ചു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്ന് താഴത്ത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിളിച്ച് മേലേക്ക് കയറ്റത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു മോശം അനുഭവം അതാ. പക്ഷെ അതിപ്പോഴും കേസ് എന്നിട്ട് തീർന്നതുമില്ല. ഇല്ല. ഈ ഒരു 2018 തൊട്ടിട്ട് ഇത്രയും വർഷമായിട്ട് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിന് എത്ര നാൾ പോകും? നോ ഐഡിയ. നോ ഐഡിയ. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഈ ആൾക്കാരെ മാത്രം നോക്കി ഇങ്ങനെ ചെയ്യുന്നതായിട്ടും ഉണ്ടല്ലേ. അന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും വിസിബിലിറ്റി ഇല്ല. 2018 നമുക്ക് ഇത്രയും വിസിബിലിറ്റി ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. ഈ പറയണ
നിയമം പാലിക്കണം എന്ന് വേണ്ടിയിട്ടാണല്ലോ പോലീസിനെ വെച്ചിട്ടുള്ളത്. അവരുടെ അടുത്തുനിന്ന് പോലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. നമ്മളൊരു യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂബർകാരൻ വരും. വന്ന് നമ്മളാണെന്ന് അറിഞ്ഞു കഴിയുന്ന സമയത്ത് വണ്ടി എടുത്തിട്ട് പോകും. വണ്ടിയിൽ കയറ്റില്ല. ആണോ? അങ്ങനെയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എത്ര വട്ടം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? 2018, 19 സമയത്തൊക്കെ നല്ല രീതിക്ക് ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളാണെന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് അവർ വരും. ജസ്റ്റ് ഇങ്ങനെ കാണും. നമ്മൾ ഡോറ് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടുന്നൊക്കെ നമ്മൾ ഇപ്പം ഇത്രയും വരണം. ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത് ഇതേ പറയണ യൂബറിലാണ്. അതും ഞാൻ പറഞ്ഞില്ലേ ഇത്ര ലേറ്റ് ആയത് ഇങ്ങനൊരു ചെറിയ വീട്ടിലൊരു ഗ്യാസ് റീഫിൽ ചെയ്യുന്ന ആൾക്കാർ വരുന്ന ഇതുണ്ടായിരുന്നു. അത്രയും സമയം ഇതേ യൂബറിൽ നിന്നുള്ള ഒരാളാണ് അവിടെ വെയിറ്റ് ചെയ്ത് കിടന്നിട്ട് എന്നെ കൊണ്ട് ഇവിടേക്ക് വന്നത്. ഇതേ യൂബറിലെ ആൾക്കാർ തന്നെയാണ് 2018 നമ്മളെ കാണുമ്പോൾ വണ്ടി വിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ ഉണ്ടാവുന്നത് ഈ ചെറിയ കുട്ടികളെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ആകും. അതെങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എന്നെ ഒന്നും ഒരാൾ ഇൻഫ്ലുവൻസ് ആക്കിയിട്ടല്ല ഞാൻ ഇതാണെന്നും പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് പിള്ളേരെ ഇൻഫ്ലുവൻസ് ആക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ പറയുമ്പോഴും ഞാൻ ആലോചിക്കുക അതെങ്ങനെ ഒരാൾക്ക് ഇപ്പം നമ്മൾ ഇത്രയും സംസാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ടിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവണ്ടേ? നിങ്ങൾ നാളെ ട്രാൻസ് ആണെന്ന് പറഞ്ഞു തരുമോ? ഇല്ല. അതാ ഞാൻ ചോദിക്കണേ. ചെറിയ പിള്ളേരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ആവുമെന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാവില്ല. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എസ്പെഷ്യലി ഒരു ടീനേജ് സമയത്തേക്ക് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടിയിട്ട് വികസിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നമ്മളെന്താണെന്ന് തിരിച്ചറിയും. ഈ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അംഗൻവാടി പോണ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും പറയും. ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ട് പോകുന്നതിനെക്കാട്ടി കൂടുതൽ എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സ് ഇട്ട് പോയിട്ടുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ആ ചെറുപ്പം തൊട്ടിട്ടേ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഇഷ്ടം. ഒരു പീരീഡ് എത്തിയപ്പോൾ അത് മാറിയിട്ടുമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഒരു 4ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പിന്നെ വീട്ടിൽ ഇതുപോലെ അമ്മ വല്ല കല്യാണത്തിന് പോയിട്ടോ പുറത്ത് പോയിട്ടൊക്കെ വരുന്നു അഴിച്ചിടുന്ന സാരി എടുത്ത് ചുറ്റി അവരുടെ മുന്നിൽ തന്നെ ഒരു തമാശ കാണിച്ചിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഇതെന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ 9th സ്റ്റാൻഡേർഡ് വരുന്ന സമയത്താണ്. ആ സമയത്ത് ആര് ഇൻഫ്ലുവൻസ് ആക്കാൻ? ആ സമയത്ത് എനിക്ക് വേറൊരു ട്രാൻസ് കമ്മ്യൂണിറ്റി അറിയത്തില്ല. ആ സമയത്ത് ഞാൻ വേറൊരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കണ്ടിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ട്രാൻസിനെ കാണുന്നത് അന്ന് ട്രാൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. ഒരു വെക്കേഷൻ ടൈമിൽ വേളാങ്കണ്ണി പോണ സമയത്താണ് ഞാൻ അവിടെ കുറച്ച് 3-4 പേര് അവർ ട്രാൻസ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ 3 ചേച്ചിമാർ നടന്നു വരുന്നു എന്നോട് ചിരിച്ചു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് തൊട്ടിട്ടേ ട്രാൻസ് ആണ്. ഈ പറയുന്ന സംഭവം 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ വെക്കേഷൻ നടക്കുന്നത്. ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഞാൻ അന്ന് തൊട്ടേ എങ്ങനെ നടക്കണ്ടേ? അന്നൊന്നും ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് എന്തോ മാറ്റം ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടി പോലും എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇതെനിക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നത് ഈ 9th സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ എങ്ങനെ പിള്ളേർ ഇൻഫ്ലുവൻസ് ആവുന്നേ? അങ്ങനെ ഇൻഫ്ലുവൻസ് ആവാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിനിമ കൊണ്ടിട്ട് എത്ര പേര് ഇൻഫ്ലുവൻസ് ആവും അല്ലേ? ഇവിടെ ട്രാൻസിനെ കാണുന്നതിനെക്കാട്ടി കൂടുതൽ സിനിമ കാണുന്ന ആൾക്കാരാണ്. സിനിമയിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്? റേപ്പ് അടക്കം കാണിക്കുന്നുണ്ട്. പിള്ളേരെ റേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇവിടെ മറ്റുള്ള ആൾക്കാരെ കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവാനാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ മുഴുവൻ റേപ്പിസ്റ്റുകൾ ഉണ്ടായാലും. ഓക്കെ. അപ്പൊ ഇനിയും ഭാവി പരിപാടി പറഞ്ഞു. സിനിമ എന്തെങ്കിലും ആഗ്രഹം അങ്ങനെ ഉണ്ടോ? ഒട്ടും താല്പര്യമില്ലാത്ത ഫീൽഡാണ് സിനിമ. കാരണം എന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഒട്ടും പറ്റാത്ത ഫീൽഡാണ് ഈ സിനിമ എന്ന് പറയുന്നതും. അതുപോലെ കുറെ പേര് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ ചോദിക്കാറുണ്ട്. അത് ഞാൻ ചോദിക്കാനായിട്ടിരുന്നതാ. താല്പര്യമില്ല. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഡെയിലി എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കണം. എനിക്ക് എൻ്റെ പാർട്ണറുടെ അടുത്ത് സംസാരിക്കണം. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ 2015 തൊട്ട് ഒന്നിച്ചുള്ള ആൾക്കാരാണ്. അതിൻ്റെ അടുത്ത് സംസാരിക്കണം. എനിക്ക് ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് പോവില്ല. അപ്പൊ ഈ ഒരു പാജന്റ് ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു ഫെയിം ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ലേ? ഫെയിം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞില്ല ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കാണുന്ന മാത്രമേ ഓടി വരണം. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ശ്രേയല്ലേ എന്ന് ചോദിച്ച് ഭയങ്കര സന്തോഷത്തോടെ വരണം, കെട്ടിപ്പിടിക്കണം, അങ്ങനെ ഒരു ഇതൊന്നും സെൽഫി എടുക്കണം, ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം, അതൊന്നും എനിക്ക് ഒട്ടും കൺസേൺ ഇല്ലാത്ത കാര്യം. ഞാൻ ഈ പേജന്റ് ചെയ്തത് പോലും എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അതിലും ഇപ്പം ഞാൻ റണ്ണറപ്പാണ് ആയിട്ടുള്ളത്. അത് തന്നെ എത്തിയത് എനിക്ക് അത്രയും സന്തോഷമാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഇന്റർനാഷണൽ സ്റ്റേജിൽ നിൽക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞാൻ ഇത്രയും എത്തിയില്ലേ.
അല്ലാതെ ഫെയിമോ കാര്യങ്ങളോ ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. ഓക്കെ. യെസ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കുറെ എനിക്കറിയാം കുറെ ഗോ ത്രൂ ചെയ്യേണ്ട വന്നു. പക്ഷെ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു പലർക്കും പറ്റാത്തൊരു കാര്യമാണ് അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. അതെല്ലാം ചെയ്ത് വന്ന് ഒരു വലിയൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ആ ആളുമായിട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇപ്പം ഇതിലും വലുത് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ തീർച്ചയായിട്ടും എത്തും. ബിക്കോസ് ആ ഒരു കോൺഫിഡൻസ് ആ കണ്ണിൽ അറിയാനുണ്ട്. താങ്ക് യെസ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ശ്രേയ. ഇപ്പൊ ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് തന്നെ എത്തട്ടെ. എത്തിയിട്ട് വീണ്ടും കാണണം നമുക്ക്. താങ്ക് യു സോ മച്ച് ശ്രേയ.